ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായി ഹാപ്പിയായി ഇരിക്കണമെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, ഒരു മെമ്മറബിൾ ഡേ എന്നൊക്കെ പറയണത് മാതിരി. അപ്പോൾ ഫൈനലി ഞങ്ങളൊരു ബൈക്ക് വാങ്ങി, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ നിങ്ങളൊക്കെ പരിചയപ്പെട്ടിരുന്ന നമ്മൾ ആ മയിൽ വാഹനം ഞങ്ങൾ വിറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ന്യൂ ബൈക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസൊന്നും ഉണ്ടാവില്ല. ഐ മിസ് ദാറ്റ് വണ്ടി സോ മച്ച്. എത്രയൊക്കെ പാട്ടുവണ്ടി ആണെന്നുണ്ടെങ്കിലും അതായിരുന്നു എൻ്റെ കൂടെ എല്ലാ സ്ഥലത്തേക്കും ഉണ്ടായിരുന്നത്. എല്ലാ സിറ്റുവേഷനിലും അതിനെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. അങ്ങനെ അത് നമ്മൾ ഫൈനലി വിറ്റിട്ടാണ് നമ്മൾ ഈ പുതിയ വണ്ടി വാങ്ങിയത്. അപ്പോൾ അതാ വണ്ടിൻ്റെ ഫീച്ചേഴ്സിനെയും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ് ഇവിടെ. അതിലൊന്നും എനിക്ക് വലിയ റോളില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും തലയിടാൻ പോയിട്ടില്ല. അങ്ങനെ ഫൈനലി എന്തൊക്കെ സൈനിടലും കാര്യങ്ങളും ഒക്കെ പെൻഡിങ് ആയി കിടക്കേണ്ടതെന്ന് അങ്ങനെ അതൊക്കെ അവർ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ലൈഫിൽ തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വണ്ടി എടുക്കുന്നോ ഒന്നും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ കയ്യിൽ കിട്ടിയൊരു സ്വത്താണ് ഇത്. ഈ ബൈക്ക് എടുക്കുക അല്ലെങ്കിൽ കാർ എടുക്കുക, അങ്ങനെ എന്തൊരു കുഞ്ഞു സാധനം ഞങ്ങളെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇത്ര പെട്ടെന്ന് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അങ്ങനെ നല്ല ഹാപ്പിലി ഞങ്ങൾ കീ ഒക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ കൂടെ കട്ടക്ക് ഇതിനൊക്കെ സപ്പോർട്ടായി നിന്നിരുന്നത് ഞങ്ങളെ പപ്പയാണ്. ഹീ വിൽ ബി ദർ ഫോർ എവ്രിതിങ്. ഞങ്ങൾ അപ്സ് ആൻഡ് ഡൗൺസിൽ ഒക്കെ ഞങ്ങളെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്ന ഒരൊറ്റ മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ പപ്പ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഹാപ്പി സംഭവം നടക്കുന്ന സമയത്തും ഇപ്പം തന്നെയാണ് ഞങ്ങളെ കൂടെ കട്ടയ്ക്ക് എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ബ്ലെസ്സിങ്ങും ഉള്ളത് കൊണ്ട് ഞങ്ങളിതാ വണ്ടി ഇറക്കുകയാണ്. അപ്പോൾ റെബിയാണ് ആദ്യമായിട്ട് വണ്ടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും വണ്ടി ഇറക്കാനൊക്കെ പോണത്. അവനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു വണ്ടി എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ വണ്ടി വെച്ച് നമ്മൾ ഫസ്റ്റായിട്ട് പോയത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ്ലി അങ്ങോട്ട് പോയത്. അപ്പോൾ ദാ ഷീ ഈസ് ദ അതർ പേഴ്സൺ. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് ഇതും. അങ്ങനെ ഇവരൊക്കെ ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ഈ വണ്ടിയൊക്കെ എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉമ്മമ്മ അങ്ങനെ എൻ്റെ യൂട്യൂബിൻ്റെയും ഇതിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കണേ, ആഗ്രഹിക്കണേ. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.